ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തെറാപ്പി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ വാട്സപ്പിൽ നിന്ന് ഓൾഡ് മെസ്സേജ് ഡിലീറ്റ് ഫോർ എവർ അടിക്കാമെന്നത്, അതായത് അവരുടെ ഫോണിൽ നിന്നും കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നതാണ് ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ പണ്ട് ഒരാൾക്ക് അയച്ച വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ട്രിക്കാണ്, കാരണം എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടത് ഇയാളുടെ മെസ്സേജാണ്. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. എനിക്ക് ഇയാൾക്ക് അയച്ച എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ എവർ അടിച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇത് പല പല ഡേറ്റിൽ അയച്ച മെസ്സേജസ് ആണ്. ഇതൊക്കെ 10-12 ദിവസത്തിന് മുമ്പ് അയച്ച മെസ്സേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം മുമ്പുള്ള മെസ്സേജ് ആയിക്കോട്ടെ, അത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ടാഗ് ചെയ്ത് കാണിച്ചു തരുന്നത് ഡിലീറ്റ് ഫോർ മീ എന്ന ഓപ്ഷൻ മാത്രമേ വരൂ എന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാണ്, ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാം ഡിലീറ്റ് ഫോർ മീ എന്ന ഓപ്ഷൻ മാത്രമേ ഇവിടെ എനേബിൾ ആയിട്ടുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് 3-4 മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ഫോർ എവർ എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആയി പോകും. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന ട്രിക്കാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ അടിക്കുക, എന്നിട്ട് ടാഗ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ ഡിലീറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഈ മെസ്സേജ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഈ മെസ്സേജ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഡേറ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എനിക്ക് എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ഈ ടോപ്പിലുള്ള ഡേറ്റ് ഓർമ്മിച്ച് വെക്കുകയാണ്. എനിക്ക് എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം 16 ജൂണാണ് ഞാൻ അയച്ച മെസ്സേജിൻ്റെ ഡേറ്റ്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് മാത്രം ഡിലീറ്റ് ആക്കേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ മാത്രം ഡിലീറ്റ് ആക്കേണ്ടത്, വീഡിയോൻ്റെ മുകളിലുള്ള ഡേറ്റ് മാത്രം ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ 16 ജൂണിനാണ് ഞാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഹോമിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് സിമ്പിൾ ട്രിക്കാണ്. നിങ്ങളുടെ ഫോണിലെ എല്ലാത്തര ഇൻ്റർനെറ്റ് കണക്ഷനും ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ വാട്സപ്പിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഇതാണ്, വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നെറ്റ് ഓൺ ചെയ്ത് യൂസ് ചെയ്യുന്നില്ല, വൈഫൈ ആണ് ഇൻ്റർനെറ്റായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വൈഫൈ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ ഫോണിൽ യാതൊരു ഇൻ്റർനെറ്റും കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓഫാക്കിയതിന് ശേഷം സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻസ്റ്റാൾഡ് ആപ്സിലേക്ക് പോവുക. പല ഫോണിലും പലതായിരിക്കും ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് കാണുന്നുണ്ട്. പല ഫോണിലും പലതായിരിക്കും. പല ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജേഴ്സ് എന്നായിരിക്കും, ആപ്പ് മാനേജറിനായിരിക്കും, ആപ്പ് മാനേജ്മെൻറ്റ് എന്നായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മാനേജ് ആപ്സിലേക്ക് പോവുക. അവിടെ നിങ്ങൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക. സ്ക്രോൾ ചെയ്ത് പോയാൽ കിട്ടും. ഞാൻ അവിടെ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് നിങ്ങളുടെ മെയിൻ ട്രിക്ക് വരുന്നത്. നമ്മൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ മാനേജർ പോയി എടുത്തതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഈ വാട്സപ്പിൻ്റെ വോയിസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, വോയിസ് സ്റ്റോപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോഴ്സ് സ്റ്റോപ്പായി വാട്സപ്പിൻ്റെ. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലിയർ ക്യാച്ച് അടിക്കുക. ക്ലിയർ ഡാറ്റ ഇല്ല ഗൈസ്, ക്ലിയർ ക്യാച്ച് അടിക്കുക വാട്സപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ക്ലിയർ ക്യാച്ച് അടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ സെറ്റിങ്സ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേറ്റ് നമുക്ക് മാറ്റണം. നമ്മൾ 16 ജൂണിന് ആണ് മെസ്സേജ് എല്ലാം അയച്ചിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഒന്ന് മാറ്റണം. അപ്പോൾ ഡേറ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ഫോണിലും ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം എന്ന ഓപ്ഷൻ എനേബിൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക, എന്നാലേ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡേറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം മുമ്പാണോ മെസ്സേജ് അയച്ചത് എന്നല്ല, നിങ്ങൾ ഏത് ദിവസമാണോ മെസ്സേജ് അയച്ചത് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ദിവസം നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ 16 ജൂണിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 15 ജൂൺ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ 10 ജൂണിനാണ് മെസ്സേജ് അയച്ചതെങ്കിൽ നിങ്ങൾ 9 ജൂൺ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 15 ജൂൺ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ ഹോമിലേക്ക് തന്നെ പോവുക. ഹോമിലേക്ക് പോകുന്നതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് യാതൊരു ഇൻ്റർനെറ്റും ഓൺ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നേരെ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പ് ഓൺ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നേക്കും. അത് നിങ്ങൾ എത്ര ദിവസം മുമ്പാണോ ഡേറ്റ് സെറ്റ് ചെയ്തത് ആ ഡേറ്റിന് അനുബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഇവിടെ 16 ജൂൺ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഗൈസ് നമ്മൾ ഇതൊക്കെ ടാഗ് ചെയ്ത് വെച്ചപ്പോൾ ഡിലീറ്റ് ഫോർ മീ എന്ന ഓപ്ഷൻ മാത്രമേ നമുക്ക് എനേബിൾ ആയിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ടാഗ് ചെയ്യുന്നുണ്ട്. 17 മെസ്സേജ് നേരത്തെ ഞാൻ ഡിലീറ്റ് ആക്കാൻ വെച്ചായിരുന്നു. കണ്ടോ ഗൈസ്, 17 മെസ്സേജ് ഇപ്പോൾ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ ഗൈസ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിലീറ്റ് ഫോർ മീ എന്ന ഓപ്ഷൻ എനിക്ക് വരണം. അപ്പോൾ ഞാൻ ഡിലീറ്റ് അടിക്കുകയാണ്. കണ്ടോ ഗൈസ്, ബൂം ഗൈസ്, നമ്മൾ ഡിലീറ്റ് ഫോർ മീ, ഡിലീറ്റ് ഫോർ എവർ എന്ന ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാണ് ട്രിക്ക് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഡിലീറ്റ് ഫോർ എവർ എന്ന ഓപ്ഷൻ അടിക്കുകയാണ്. കണ്ട ഗൈസ്, എല്ലാ മെസ്സേജും ഡിലീറ്റ് ആയി, എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ എവർ ആയി. അപ്പോൾ ഇതൊന്നും സെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതൊക്കെ ഡിലീറ്റ് ഫോർ എവർ ആയി കഴിഞ്ഞു. അത് അവരുടെ ഫോണിൽ കൂടി ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നെറ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഞാൻ ഇവിടെ വൈഫൈ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ വൈഫൈ ഓൺ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അറിയാതെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാണോ കാണുന്നതെങ്കിൽ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഗൈസ്, നമുക്ക് കാണാം ഇവിടെയൊക്കെ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെ മുകളിൽ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഭയപ്പെടേണ്ട, നമ്മളെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ഇതിൽ എല്ലാം ക്ലിക്ക് ചെയ്യുക, സെൻഡ് റീസെൻഡ് ഫോർ എല്ലാം ഇങ്ങനെ സെൻഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഓട്ടോമാറ്റിക്കലി സെൻഡ് ആവുന്നത് കാണാം. നമുക്ക് എല്ലാം സെൻഡ് റീസെൻഡ് അടിക്കുക. കണ്ട ഗൈസ്, എല്ലാം റീസെൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ചേഞ്ച് നിങ്ങൾ ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്, ഇങ്ങനെ റെഡ് അലേർട്ട് വരും. അപ്പോൾ ഇതിനൊക്കെ റീസെൻറ്റ് മെസ്സേജസ് അടിക്കുക. അപ്പോൾ ഗൈസ്, എല്ലാം ഡിലീറ്റായി, ഇതും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ 17 മെസ്സേജും എൻ്റെ ഡിലീറ്റായി. ടിക്കായി. ഓക്കെ, 17 മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് വീഡിയോസിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഇതുപോലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ ഗൈസ്. Baby, why do I love the touch but never love the